ഹലോ, നമുക്ക് പഴനി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? കഴിഞ്ഞ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടിയിലാണ് പഴനിക്ക് പോകുന്നത്. അലക്സ, പ്ലേ കന്ദസഷ്ടി കവസം. പഴനിയിലേക്കൊരു സോളോ ട്രിപ്പ് പോകണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം അടുത്താണ്, ഒരു 2-2.5 മണിക്കൂറേ ഉള്ളൂ. എങ്കിലും മൂപ്പരെ എങ്ങനെ വിചാരിച്ച ഉടനെ കാണാൻ സാധിക്കില്ലല്ലോ, ഭഗവാൻ കൂടി അനുഗ്രഹിക്കണ്ടേ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ അനുഗ്രഹിച്ചൊരു ദിവസമാണ് ഇന്ന്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിക്കുട്ടിയായി ഭഗവാന്റെ മുന്നിൽ ഒരു ദീപം തെളിയിച്ചു. കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടി ആയതുകൊണ്ട് പഴത്തില് നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് വെച്ച്, പഴത്തിൽ ദീപം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും തീരുമെന്നാണ്. അപ്പോൾ വിശ്വാസമുള്ളവർ ചെയ്യുക, വിശ്വാസമില്ലാത്തവർ സാധാരണഗതിയിൽ എങ്ങനെയാണോ നിങ്ങൾ ഭഗവാനെ വഴിപെടുന്നത് അതുപോലെ അങ്ങ് ചെയ്യുക. പക്ഷേ എനിക്ക് ഈ വക കാര്യങ്ങളിൽ ഭയങ്കര വിശ്വാസമാണ്. അതെന്താ വെച്ചാൽ എൻ്റെ അനുഭവങ്ങളാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാർത്ഥനയും ഓരോ വഴിപാടും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ലൈഫിൽ. അപ്പോൾ എനിക്കിതൊക്കെ വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ പഴം ദീപമൊക്കെ തെളിയിച്ചു. ഞാൻ 4 മണിക്ക് തന്നെ ഇറങ്ങണമെന്ന് കരുതിയതാണ്. കാരണം അതിരാവിലെ ഭഗവാനെ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ലേറ്റായിട്ട് ഒരു 5-5:30 ആയി ഇറങ്ങിയപ്പോഴേക്കും. പിന്നെ നേരെ വിട്ടു പഴനിയിലേക്ക്. പഴനിയിൽ എത്തിയ ഉടനെ നമുക്ക് പറ്റിയൊരു ചായക്കട കണ്ടുപിടിച്ചിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് പ്രതീക്ഷിച്ചത്. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ചായ കിട്ടി. എന്തായാലും അത് കുടിച്ചിട്ട് പഴനിയാണ്ടവനെ കാണുന്നതിന് മുമ്പ് തൊട്ട് ബാക്കിലായിട്ട് ഒരു ഇടുമ്പൻ മലയുണ്ട്. ഈ ഇടുമ്പൻ മലയെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഒരു 2-3 മാസങ്ങൾ മുമ്പ് വരെ എനിക്കും ഈ ഇടുമ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. പഴനി മലയ്ക്ക് തൊട്ട് ബാക്കിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഇടുമ്പൻ മലയ്ക്ക് 10-600 സ്റ്റെപ്പുകളാണ് ഉള്ളത്. താഴെ കടക്കാരൻ ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് ചിരിച്ച മുഖത്തോട് കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇടുമ്പനെ കാണാൻ പോകുമ്പോൾ എപ്പോഴും ചുരുട്ട്, പനിനീര്, അഗർബത്തി ഇതൊക്കെ വാങ്ങിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. ആ ചുരുട്ട് 2ആയി മുറിച്ച് തലയ്ക്ക് 3 തവണ വലത്തോട്ടും ഇടത്തോട്ടും തല മുതൽ പാദം വരെ ഒഴിഞ്ഞ് 9 തവണ ഒഴിഞ്ഞ് അമ്പലത്തിന്റെ ഫ്രണ്ടിലൊരു ഇരുമ്പ് ബക്കറ്റ് ഉണ്ട്. അതിനകത്തേക്കിട്ട് കർപ്പൂരം വെച്ച് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ദൃഷ്ടികളെല്ലാം അതോടുകൂടി കഴിഞ്ഞു പോയി എന്നാണ് വിശ്വാസം. 2 ബോട്ടിൽ പനിനീര് കൂടി വാങ്ങിക്കുക. ഒരു ബോട്ടിൽ പനിനീര് ഇടുമ്പനാണ്, ബാക്കി ഒരു ബോട്ടിലില്ല. പകുതി പനിനീര് ക്ഷേത്രത്തിലെടുത്ത് ബാക്കി പനിനീര് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തരും. അത് വീടിന് ചുറ്റും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ചുറ്റും തളിച്ചു വിടും. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇടുമ്പൻ മല കയറി ഇടുമ്പനെ കണ്ട് നല്ല പോലെ പ്രാർത്ഥിച്ച് പിന്നെ നേരെ പോയി പഴനി ആണ്ടവനെ കാണാനായിട്ട്. ഫോൺ അലൗഡ് അല്ല, താഴെ കൊടുക്കണം. ബെഞ്ചിൽ പോവാനൊരു ശ്രമം നടത്തിയെങ്കിലും മിനിമം 3 മണിക്കൂർ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ പടിക്കെട്ടുകൾ കയറി തന്നെ ഭഗവാനെ കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് പടിക്കെട്ടുകൾ കയറി ക്യൂ നിന്ന് അവസാനം ഭഗവാനെ കാണുന്ന ആ ഒരു നിമിഷം എന്താ തോന്നുന്നറിയോ? എത്ര ദൂരമുണ്ടെങ്കിലും താണ്ടി വരാം, ഇനി എത്ര പടിക്കെട്ടുകളാണെങ്കിലും കയറി വരാം. മല കയറി വന്നതിൻ്റെ ക്ഷീണവും പരിഭ്രമവും എല്ലാം ആ ഭഗവാനെ കാണുന്ന നിമിഷം എങ്ങോട്ടാ ഓടിപ്പോവണമെന്ന് സത്യമായിട്ടും അറിയില്ല. വല്ലാത്തൊരു വൈബ്രേഷൻ. ചിരിച്ച ഭഗവാനെ മാത്രം കണ്ടതിങ്ങനെ വെള്ളം വരികയാണ്. പക്ഷെ നല്ലൊരു വൈബ്രേഷനാണ് കേട്ടോ. പറയാനറിയില്ല, വാക്കുകൾ കൊണ്ട് ഒരിക്കലും വർണ്ണിക്കാനാവാത്ത ഒരു അനുഭവത്തിലൂടെയാണ് ആ മൊമെൻറ്റ്സിലൂടെ. ഫ്യൂ സെക്കൻഡ്സേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ കണ്ണ് നിറച്ച് കണ്ടു, കണ്ണീരോടുകൂടി കണ്ടു, മനസ്സ് നിറച്ച് കണ്ടു. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായി തിരിച്ച് വീട്ടിലേക്ക്.